പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലവിധ സംസ്കാരങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഓരോ ഭാഗത്തും വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ കാണാം. ഇത്തരത്തിൽ വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു ആചാരാനുഷ്ഠാന കലയാണ് തെയ്യം. മനുഷ്യനിൽ നിന്നും ദൈവത്തിലേക്കുള്ള പരകായ പ്രവേശനമായാണ് തെയ്യത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. പ്രാചീന സംസ്കാരത്തിൻ്റെ അത്ഭുത രൂപമായ തെയ്യത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം നോക്കുന്നത്. വടക്കൻ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ദൈവാരാധനാ സമ്പ്രദായമാണ് തെയ്യം. നൃത്തം ചെയ്യുന്ന ദൈവസങ്കല്പം എന്നാണ് തെയ്യത്തിനെ പൊതുവായി വിശേഷിപ്പിക്കുന്നത്. വടക്കൻ കേരളത്തിലെ ജനങ്ങൾ അത്രമേൽ വിശ്വസിച്ചു പോരുന്ന ദൈവങ്ങളാണ് യഥാർത്ഥത്തിൽ ഓരോ തെയ്യവും. ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യം എന്ന വാക്ക് ഉടലെടുത്തത് എന്ന് സാധാരണയായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളായ കാസർഗോഡ്, കണ്ണൂർ തുടങ്ങിയ ഭാഗങ്ങളിലാണ് തെയ്യം കാണപ്പെടുന്നത്. ദക്ഷിണ കർണാടക എന്ന് വിശേഷിപ്പിക്കാവുന്ന തുളുനാട്ടിലും ഭൂത്തക്കോലങ്ങൾ എന്ന പേരിൽ ഇത്തരം ദൈവാരാധനാ രീതിയുണ്ട്. തെയ്യത്തെ സ്റ്റേജ് കലയായോ നൃത്തമായോ കണക്കാക്കാൻ പറ്റുന്ന ഒന്നല്ല. നെഞ്ചുപിടച്ചു വരുന്ന ഭക്തജനങ്ങളുടെ മനസ്സിൽ സാന്ത്വനമേകുന്ന മറുപടികൾ നൽകാൻ കഴിയുന്ന ദൈവമാണ് ഓരോ തെയ്യക്കോലങ്ങളും. ദ്രാവിഡിയൻ സംസ്കാരത്തിൽ നിന്നും ഉടലെടുത്ത ഗോത്ര സംസ്കാരമാണ് തെയ്യം എന്ന് പറയപ്പെടുന്നു. ബ്രാഹ്മണ സമ്പ്രദായം നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ ഇത്തരം ദൈവാരാധനാ രീതികൾ ഇവിടെ ഉണ്ടായിരുന്നു. പൊതുവെ കളിയാട്ടം, പെരുങ്കളിയാട്ടം, തെയ്യംകെട്ട്, ഒറ്റക്കോലം തുടങ്ങിയ മഹോത്സവങ്ങളിലൂടെയാണ് തെയ്യക്കോലങ്ങൾ കെട്ടിയാടപ്പെടുന്നത്. പള്ളിയറ, കഴകം, മുണ്ട്യ, കോട്ടം, തറവാട് തുടങ്ങിയവയെല്ലാം തെയ്യാട്ടം നടക്കുന്ന മുഖ്യ സ്ഥാനങ്ങളാണ്. തുലാമാസത്തിലെ 10-ാം ഉദയത്തോടു കൂടി തുടങ്ങുന്ന തെയ്യക്കാലം ഇടവപ്പാതിയിൽ അവസാനിക്കുന്നു. ജാതീയ വേർതിരിവുകൾ ഉയർന്നു നിന്ന കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട ചുരുക്കം ചില സമുദായങ്ങൾക്കാണ് തെയ്യം കെട്ടാൻ അവകാശമുള്ളത്. ചെറുതും വലുതുമായ അനേകം ചടങ്ങുകളിലൂടെയാണ് ഓരോ തെയ്യവും പൂർണ്ണമാകുന്നത്. നാടിനായി ഉള്ള നാട്ടുപരദേവതയും തറവാടിനകത്തുള്ള ധർമ്മദൈവത്തെയും തെയ്യത്തിൽ കാണാൻ സാധിക്കും. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന തെയ്യങ്ങൾ മനുഷ്യൻ്റെ ഭൂതകാല ജീവിതത്തെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. കാർഷിക ദേവതമാരും ദേവന്മാരും തെയ്യങ്ങളിൽ കാണാം. അമ്മ ദൈവങ്ങൾ, പിതൃക്കൾ, മൃഗങ്ങൾ, വീരയോദ്ധാക്കൾ തുടങ്ങിയവയാണ് ഓരോ തെയ്യക്കോലവും. ആദിമകാലത്ത് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ തളർന്നു പോകാതിരിക്കാൻ മനുഷ്യൻ ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കൂട്ടം മനുഷ്യർ തങ്ങളുടെ ജീവിതത്തെ തന്നെ ദൈവമായി കാണുവാൻ തുടങ്ങി. മരിച്ചുപോയ മാതാപിതാക്കന്മാരും കൃഷിക്കും മറ്റും കാവലായി വന്ന മൃഗങ്ങളും പടപൊരുതി ജയിച്ച ധീര യോദ്ധാക്കന്മാരും ജീവിതത്തോട് ആഞ്ഞുപൊരുതിയ സ്ത്രീകളും തെയ്യങ്ങളായി ഉദയം കൊണ്ടു. ഇങ്ങനെ തുടങ്ങിയ ഇത്തരം വിശ്വാസങ്ങൾ തന്നെയാകണം ഒരു ജനതയ്ക്ക് മുന്നോട്ട് ജീവിക്കുവാനുള്ള ഉൾപ്രേരണ നൽകിയത്. തെയ്യം എന്നത് മനുഷ്യനിൽ നിന്നും ദൈവികതയിലേക്കുള്ള ഒരു മാറ്റമായി മാറുന്നു. മുഖത്തെഴുത്ത്, ചമയങ്ങൾ, കുരുത്തോല, ചെമ്പട്ട് തുടങ്ങിയവയൊക്കെയും തെയ്യത്തിൻ്റെ സവിശേഷതയാണ്. പ്രകൃതിയിൽ നിന്നും സുലഭമായി ലഭിക്കുന്ന മഞ്ഞൾപ്പൊടി, അരിപ്പൊടി തുടങ്ങി മറ്റ് ചായങ്ങളും തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തിനായിട്ട് ഉപയോഗിക്കുന്നു. ഓരോ തെയ്യത്തിനും വ്യത്യസ്തമായ മുഖത്തെഴുത്തും അലങ്കാരങ്ങളുമാണ് ഉണ്ടായിരിക്കുക. അടയാളം കൊടുക്കലാണ് തെയ്യാട്ടത്തിൻ്റെ ആദ്യ ചടങ്ങ്. തെയ്യത്തിൻ്റെ തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടാൻ നിശ്ചിത കോലക്കാരനെ ഏൽപ്പിക്കുന്ന ചടങ്ങാണ് ഇത്. ചില തെയ്യങ്ങൾ കെട്ടാൻ വ്രതമെടുക്കേണ്ടത് അനിവാര്യമാണ്. തെയ്യം നടക്കുന്നതിന് തലേദിവസം തന്നെ തെയ്യക്കാർ കളിയാട്ടമുറ്റത്തേക്ക് എത്തുന്നു. തറവാടുകളിലാണ് തെയ്യമെങ്കിൽ തറവാട്ടംഗങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കോലധാരികളെ പ്രഖ്യാപിച്ച് ചെണ്ട കൊട്ടാൻ തുടങ്ങുന്നു. തെയ്യം കൂടൽ, കേളികൊട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. അതിനുശേഷം കുളിച്ചു വന്ന കോലധാരി ലഘുവേഷമായ പട്ടുടുത്ത് ചെണ്ട കൊട്ടി തോറ്റം പാടുകയും അതിൻ്റെ അവസാനം ഉറഞ്ഞു തുള്ളുകയും ചെയ്യുന്നു. വെള്ളാട്ടം, കുളിച്ചുതോറ്റം എന്നീ പേരുകളിലാണ് ഈയൊരു ചടങ്ങ് അറിയപ്പെടുന്നത്. ശേഷം കോലക്കാരൻ ദൈവസ്ഥാനത്തു നിന്നും അരിയും തിരിയും വെച്ച കൊടിയില, അതായത് വാഴയുടെ നാക്കില ഏറ്റുവാങ്ങുന്നു. തെയ്യം കെട്ടുന്ന ആളെ കോലധാരി എന്നാണ് വിളിക്കുന്നത്. തെയ്യത്തിൻ്റെ സമയം കോലധാരി കുളിച്ചു വന്ന ശേഷം മുഖത്തെഴുത്തിലേക്ക് കടക്കുന്നു. വെള്ളവും എണ്ണയും ചായവും കൂട്ടിക്കലർത്തി ഈർക്കലുകൊണ്ട് മനുഷ്യമുഖത്തിൽ ചിത്രങ്ങൾ പണിയുന്നു. വളരെയധികം സമയമെടുത്ത് ചെയ്യേണ്ടവയാണ് പല തെയ്യത്തിൻ്റെയും മുഖത്തെഴുത്തുകൾ. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യമെന്നത് കോലധാരിയെ മടിയിൽ കിടത്തിക്കൊണ്ടാണ് ഭൂരിഭാഗം ആൾക്കാരും മുഖത്തെഴുതുന്നത്. ഇത്തരത്തിൽ തലതിരിച്ച് മുഖത്തെഴുതാൻ അത്രയും ക്ഷമയും കഴിവും വേണം. ചെറിയൊരു തെറ്റ് വന്നാൽ തന്നെ മുഖത്തെഴുത്തിൻ്റെ ഭംഗി നശിക്കും. അത്രയും സൂക്ഷ്മതയോടെ മുഖത്തെഴുത്ത് തയ്യാറാക്കുന്നതിലൂടെ തെയ്യത്തിൻ്റെ തിരുമുഖം പൂർത്തിയായി. ശേഷം ശരീരത്തിലും ചായങ്ങൾ തേക്കുന്നു. തെയ്യത്തിൻ്റെ അലങ്കാരമാണ് പിന്നെ വരുന്നത്. ചുവന്ന പട്ടും കുരുത്തോലയും വസ്ത്രമാക്കി തിരുനെറ്റിയിൽ തലപ്പാളിയും തലയിൽ ഓങ്കാരവും കെട്ടി കാൽച്ചിലമ്പ് കെട്ടിക്കഴിയുന്നതോടെ തെയ്യം അണിയറയിൽ നിന്നും പുറത്തിറങ്ങാൻ സമയമായി.
അണിയറ എന്നാൽ തെയ്യത്തിൻ്റെ മിനുക്കുപണികളും അലങ്കാരവും ഒരുക്കുന്ന ഇടമാണ്. ചില തെയ്യങ്ങൾക്ക് അണിയറത്തോറ്റം ഉള്ളതായി കാണാം. തെയ്യം കളിയാട്ടക്കളത്തിൽ ചുവടുവെക്കുന്നതിനു മുന്നേ അണിയറയിൽ നിന്നും കുറച്ച് തോറ്റങ്ങൾ ചൊല്ലുന്നതായി കാണാം. ഇതാണ് അണിയറത്തോറ്റം. തോറ്റംപാട്ട് എന്നത് തെയ്യത്തിലെ പ്രധാന ഘടകമാണ്. ഓരോ തെയ്യത്തിൻ്റെയും ചരിത്രമാണ് തോറ്റംപാട്ടിൽ കാണാൻ കഴിയുന്നത്. ശേഷം കളിയാട്ട തിരുമുറ്റത്തേക്ക് നടന്നിറങ്ങിയ തെയ്യം കണ്ണാടിയിൽ തിരുമുഖം നോക്കുന്നു. തുടർന്ന് കർമ്മി അരിയെറിയുമ്പോൾ കോലക്കാരൻ ഉറഞ്ഞുതുള്ളി തെയ്യമായി മാറുന്നത് കാണാം. തെയ്യത്തിൻ്റെ അവസാന ഘട്ടമാണ് ഭക്തർക്ക് മഞ്ഞൾക്കുറിയും പകർന്നുകൊണ്ടുള്ള അനുഗ്രഹം ചൊരിയൽ. ഭക്തരുടെ സന്തോഷവും സങ്കടവും തെയ്യത്തിനോട് തുറന്നു പറയുന്ന നിമിഷമാണിത്. ഓരോ തെയ്യവും ഭക്തർക്ക് ആശ്വാസമേകുന്നതും ജീവിതത്തിൻ്റെ പുതിയ പ്രതീക്ഷകളും പകർന്നു കൊടുക്കുന്നതും കാണാം. ചോദിച്ചാൽ ഉത്തരം തരുന്ന ഓരോ ഘട്ടത്തിലും ചേർത്ത് പിടിക്കുന്ന വടക്കൻ്റെ ദൈവമായി തെയ്യം മാറുന്നു. തെയ്യങ്ങൾ ഭക്തരോട് സംസാരിക്കുന്ന ഈയൊരു ഘട്ടത്തെ മൊഴി പറയൽ, ഉരിയാട്ട് എന്നൊക്കെയാണ് പറയുന്നത്. തറവാടുകളിലും വീടുകളിലും തെയ്യങ്ങൾ നടത്തുന്ന വേളയിൽ മൺമറഞ്ഞുപോയ മാതാപിതാക്കന്മാർ തെയ്യക്കോലമായി എത്തുന്നു. ഗുരുദൈവം, അണങ്ങ് തുടങ്ങിയവയാണ് ഇത്തരം തെയ്യങ്ങൾ. മന്ത്രമൂർത്തികൾ, വനദേവതകൾ, നായാട്ടു ദൈവങ്ങൾ, അമ്മ ദൈവങ്ങൾ, യക്ഷികൾ, വീരയോദ്ധാക്കൾ, മൃഗങ്ങൾ തുടങ്ങിയ സങ്കല്പങ്ങളിൽ തെയ്യങ്ങളെ കാണാം. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും വടക്കോട്ട് ദക്ഷിണ കർണാടകയിലെ തുളുനാട് പ്രദേശങ്ങളിൽ ഭൂത്തക്കോലങ്ങളെ കാണാം. തെയ്യങ്ങൾ തന്നെയാണ് ഇത്തരം ഭൂത്തക്കോലങ്ങളും. തുളുത്തെയ്യങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നത്. പഞ്ചുരുളി, പുലിച്ചാമുണ്ടി, കൊറഗജൻ തുടങ്ങിയവയാണ് പ്രധാന തുളുത്തെയ്യങ്ങൾ. ഇത്തരം തെയ്യങ്ങളുടെ തോറ്റംപാട്ട് തുളു ഭാഷയിലാണ് ഉണ്ടാവുക. കൂടാതെ ഈ തെയ്യങ്ങൾ മൊഴി പറയുന്നതും തുളു ഭാഷയിലാണ്. മലയൻ, പുലയൻ, മാവിലൻ, നാളിക്കത്തായ സമുദായങ്ങളാണ് പ്രധാനമായും തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നത്. ആളുകൾക്ക് ദൈവവുമായി ബന്ധപ്പെടാനും അനുഗ്രഹം, സംരക്ഷണം, മാർഗനിർദ്ദേശം എന്നിവ തേടാനുമുള്ള മാർഗമായാണ് തെയ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഓരോ തെയ്യവും അവതരണങ്ങളിൽ വ്യത്യസ്തങ്ങളായ ദേവന്മാരെയും ദേവതയെയാണ് പ്രതിനിധീകരിക്കുന്നത്. പണ്ടുകാലത്ത് സ്വരൂപങ്ങൾ മുൻനിർത്തി അതത് പ്രദേശം ഉൾപ്പെടുന്ന സ്വരൂപത്തിലെ തമ്പുരാനാണ് ഓരോ സമുദായത്തിനും കോലങ്ങൾ കെട്ടുവാനുള്ള അവകാശം നിശ്ചയിച്ചത്. ഇതുപ്രകാരം സ്വരൂപങ്ങളും പ്രദേശങ്ങളും മാറുന്നതിനനുസരിച്ച് തെയ്യത്തിൻ്റെ ചടങ്ങുകളിലും വേഷവിധാനത്തിലും മാറ്റങ്ങൾ വരുന്നത് കാണാം. വടക്കേ മലബാറിലെ, കാസർഗോഡിലെയും കണ്ണൂരിലെയും ജനങ്ങൾ അത്രയും വിശ്വാസത്തോടെ പരിപാലിച്ചു പോരുന്ന അനുഷ്ഠാന കലയാണ് തെയ്യം. കൂട്ടായ്മയുടെ ഉജ്ജ്വലമായ വിജയങ്ങളാണ് ഓരോ കളിയാട്ട മഹോത്സവവും. തെയ്യത്തിൻ്റെ വേളയിൽ ജാതിയും മതവുമില്ല, മനുഷ്യനും ദൈവവും മാത്രം. 100-ലേറെ തെയ്യങ്ങൾ ഇന്നും പ്രചാരത്തിലുണ്ട്. ഓരോ തെയ്യവും ഓരോ കഥകളാണ് ഭക്തരോട് പറയുന്നത്. ഇന്ന് പല തെയ്യങ്ങൾക്കും ഹിന്ദു പുരാണവുമായി ബന്ധമുണ്ട്. എന്നാൽ ഇത് പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണ് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരുമുണ്ട്.